ഐഡിയസ് എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? വെയിലിനൊരു ശമനമില്ല കേട്ടാ. നമ്മളിങ്ങനെ കുറേ ചെടികളൊക്കെ നട്ട് അതിനകത്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല പച്ചപ്പും നിറയെ പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഈ കൊടും വെയിലിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ, വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞ് വാടിപ്പോവും. അപ്പോൾ നമ്മുടെ സന്തോഷം എല്ലാം മാറി നമുക്ക് ഭയങ്കര വിഷമം വരും. ലോകം അങ്ങനെയാണല്ലേ, ജീവിതം അങ്ങനെയാണ്. സന്തോഷം എന്ന് പറയുന്നത് സ്ഥായിയല്ല, ദുഃഖം എന്ന് പറയുന്നതും സ്ഥായിയല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. എവറിത്തിങ് ഈസ് ചേഞ്ച് അല്ലേ. നത്തിങ് ഈസ് പെർമനൻറ്റ് ഇൻ ദിസ് വേൾഡ്. നമ്മളതിനെ ആ ഒരു രീതിയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിനൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിൽ വിരിയുന്ന ആമ്പലിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ ദേശീയതയെക്കുറിച്ചും ഇലക്ഷൻ്റെ ടൈമൊക്കെ അല്ലേ, അതുപോലെ താമരയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ദേശീയ പുഷ്പമായ താമരയില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണ്. താമര എൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ മൊട്ടായി വിരിഞ്ഞു തുടങ്ങുന്നു. 3 തരം താമരയാണ് എൻ്റെ അടുത്തുള്ളത്, 3 കളർ. ഇത് ചെന്താമരയാണ്, നല്ല റോസ് കളറായിട്ട്. കൂടാതെ മഞ്ഞയുണ്ട്, അതൊക്കെ വെർട്ടിക്കൽ ലീഫ് വന്നു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലോചിക്കുകയാണ്, ഈ പ്രകൃതി അതിൻ്റെ ജീവികളുടെ നിലനിൽപ്പിന് വേണ്ടി പരസ്പര പൂരകമായിട്ട് എങ്ങനെയാണ് ഓരോന്നും ഒതുക്കുന്നതെന്നാണ് ഭയങ്കര രസകരം. കാരണം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അമ്പലക്കുളത്തിൻ്റെ അകത്ത് ഇതിനകത്തുള്ള ഇലകളെല്ലാം എന്താ പറയുക, തണ്ട് മാഞ്ഞു പോകുന്ന രീതിയിലായിട്ട് വെറും ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നവംബർ, ഡിസംബർ, ജാൻ മാസങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കൊഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ ആമ്പലും താമരയൊക്കെ നശിച്ചു പോയി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നല്ല വെയിൽ ചൂടാകുന്ന സമയത്ത് ശരിക്കും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ലീഫ് വന്നിട്ട് കണ്ടോ, വെള്ളത്തിൻ്റെ മേലെ ഒരു ലെയർ പോലെ അത് വന്നിട്ട് ഫില്ലാകും. എന്നിട്ട് അതിൽ നിന്ന് വെർട്ടിക്കൽ ലീഫ് വന്നിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒത്തിരി മീനുകളുണ്ട്. അപ്പോൾ ഈ മീനുകളൊക്കെ അതിൻ്റെ പ്രജനന സമയം കൂടിയാണ്. മുട്ടായിട്ട് വിരിഞ്ഞ് കുട്ടികളൊക്കെ ആവുന്ന ഈ സമയത്ത് അവർക്കൊരു ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഈ പ്ലാന്റ് നൽകുന്നത്. കണ്ടില്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് വെള്ളം ചൂടായി കഴിയുമ്പം അതിനകത്തുള്ള ജീവികൾക്കും നാശം സംഭവിക്കും. അപ്പം പരസ്പരം ഇങ്ങനെ എന്താ പറയുക, സഹകരിച്ചും സഹായിച്ചുമാണ് ഈ പ്രകൃതി ഈ സ്വർഗീയത നമുക്ക് നൽകുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മനുഷ്യർ മാത്രം ആലോചിച്ച് നോക്കൂ, പരസ്പരം എന്തിൻ്റെയെല്ലാം പേരിൽ ഭിന്നിച്ച് എന്തിൻ്റെയെല്ലാം പേരിലാണ് നമ്മൾ എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തു കൂട്ടുന്നത്. പരസ്പരം വെട്ടിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഈ പറയുന്ന നമ്മുടെ ഈ ലോകത്തുള്ള ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ, പ്രത്യേകിച്ച് കൃമികീടങ്ങളായാലും സസ്യജാലങ്ങളായാലും അവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാശി നിലനിൽക്കില്ല. പക്ഷേ മനുഷ്യർ എന്ന് പറയുന്ന ഈ വിഭാഗം ഇല്ലെങ്കിൽ ഈ പ്രകൃതി എത്രയോ സുന്ദരമായി നിലനിൽക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും വേണം മുന്നോട്ട് പോകാൻ. കാരണം കുറഞ്ഞ കാലമാണ് നമുക്ക് ഇവിടെ ജീവിക്കാനാവുക അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ സൂക്ഷ്മമായ ജീവികൾ പോലും വിചാരിച്ചാൽ കോവിഡ് പോലുള്ള മഹാമാരിയിലൂടെ മനുഷ്യരാശിയെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ജനറേഷൻസിന്, കടന്നു വരുന്ന ജനറേഷൻസിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം വയ്ക്കാനും അവരുടെ ഓർമ്മകളിൽ ജീവിക്കാനും പറ്റുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനാവുക. അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ കർമ്മം അല്ലേ. ഞാനൊരല്പം ഫിലോസഫിക്കലായിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലത്തെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുമായി ഞാൻ ഇനിയും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതുവരെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.